മീൻകുളം കുറേ നാളുകളായിട്ട് കാണിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതി നമുക്കുണ്ട്. അത് പാമ്പാണോ പറഞ്ഞ പോലെ? ഇതെങ്ങനെ വളഞ്ഞെടുക്കുന്നത് പാമ്പല്ലേ? ക്ഷമിക്കൂ മോഹൻലാൽ പറഞ്ഞേ, ക്ഷമിക്കൂ സഹോദര. അപ്പൊ നമ്മളൊരു 6-7 കിലോ മീൻ പിടിച്ചിട്ടാ. 7 കിലോ പോരാ. മീൻ പിടുത്തം കഴിഞ്ഞു. അത് കഴിക്കാനായിട്ട് കുറച്ച് അതിഥികളും കൂടി നമ്മുടെ വീട്ടിലെത്തി. എന്താ അല്ലേ ഭാഗ്യം, തൊണ്ട ഭാഗ്യം എന്ന് പറഞ്ഞത് ക്രിസ്റ്റി. അയ്യോ, 2 പേരും കൂടി ഈ കൊള്ളില്ല. കൊള്ളണ്ട. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ മീൻകുളം കുറേ നാളുകളായിട്ട് കാണിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതി നമുക്കുണ്ട്. ഇന്നാളെ മഹേഷും ശിവയും പെയിൻ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് അവർ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് അവർ കുറച്ച് അവർ ഇറങ്ങി പിടിച്ചുകൊണ്ട് പോയി. പക്ഷേ നമ്മൾ ഇന്നിപ്പം ഞാൻ കാലത്ത് തന്നെ മോട്ടർ അടിച്ച് കുറേ നാളായിട്ട് പറ്റിച്ചിട്ട് ചേറ് വെള്ളം വറ്റിച്ചു. മീൻ അധികം ഇല്ല ഇനി. ഞാനേ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട്ടർ എന്ന് പറഞ്ഞ മീനെ കിട്ടിയിട്ടുണ്ട്. മീൻ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അതാക്കാൻ പോകും കുറച്ചാണത്. കയറ് ഞാൻ മാറ്റിയില്ലോ. ഇതിൽ വലിയ പോന്തൻ തവളകളുണ്ട്. മൂർക്കം പാമ്പ് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടാ. ആവാസ വ്യവസ്ഥ അല്ല, ഈ എന്താ പറയുക, മറ്റേ സാധനല്ലേ ആളെന്നിട്ടാ പൊത്തടച്ചൂല്ലേ നമ്മള്. ഇല്ല, ആ പൊത്തിലിക്കുന്നല്ലോ, അത് അതിൽ കൂടെ പോണല്ലോ കണ്ടോളോ. അല്ല, വലിയ പൊത്തുണ്ടായിരുന്നല്ലോ, ഭയങ്കര പൊത്തുണ്ടായിരുന്നല്ലോ. മീൻ കുളത്തിലേക്ക് ഇറങ്ങ. ലാസ്റ്റ് പാമ്പുണ്ട്. ഇത് പാമ്പല്ലേ? ഇത് കണ്ട പാമ്പല്ലേ? അത് പാമ്പാണോ പറഞ്ഞ പോലെ? ഇതെങ്ങനെ വളഞ്ഞെടുക്കുന്നത് പാമ്പല്ലേ? പാമ്പാണോ ഇതിങ്ങനെ വളഞ്ഞിട്ട് കിടക്കുന്നത്? അത് പാമ്പാണോ ദൈവമേ? ധൈര്യ അറിയോ സരിത? പൈപ്പ് എടുത്താ നോക്കിയോട്ടെ. പാമ്പാണല്ലേ? ആ പൈപ്പല്ലറി. ഏത് പൈപ്പ് എടുക്കാനാ പറഞ്ഞേ? ഇതേ പാമ്പാണെങ്കിൽ തല പൊക്കില്ലേ? അതിന് ഞാൻ ചോദിക്കുന്നത് ഉറപ്പല്ലേ? ഞാൻ 2 കൽപ്പിച്ച് ഇറങ്ങാൻ പോകണേട്ടാ. അപ്പൊ ഇറങ്ങട്ടെ. പാമ്പല്ലാന്ന് ഇവര് പറയുന്നൂട്ടാ. നിങ്ങക്ക് നടന്നപ്പോ മനസ്സിലായില്ലേ? ആ ബക്കറ്റ് അതെന്തുട്ടാ സാധനം പറഞ്ഞ പോലെ ഇങ്ങനെ വര പോലെ ഉള്ളത്? ഓലല്ല, ഷീറ്റ് പൊന്തിയേക്കണതാവോ ചേട്ടാ? ഷീറ്റ് മടങ്ങിയിട്ട് ചെളി പൊളിക്കണയ്യ. ഒറ്റടിക്കേ കോഴിയല്ല. അയ്യോ, അതിൽ ചെറുതുകളുണ്ട് ചേട്ടാ. ഇവിടെ ഇട്ടിട്ട് വലുതുകളെ മാത്രം അതിലേക്ക് പിടിച്ചിട്ടാ മതി. ചെറുതുകളെ മാറ്റി നമുക്ക്. അതെ, പുറത്തിട്ടേ ചേട്ടാ. അതെ, ആ സാധനം ഓലല്ല, മറ്റേ പ്ലാസ്റ്റിക് ചരടാ. അതിപ്പോ ഇങ്ങോട്ട് വീണു. ഈ വലേ അടി കിട്ടില്ല. കണ്ടടാ, മീനുണ്ട്. ചെറുതാ. അതിലത്തെ വലുതുകളെ മാത്രം പിടിച്ചിട്ടാ മതി. ചെറുതുകൾ ഇതിലുള്ളതിനെ മാറ്റിയില്ലെങ്കിൽ അത് അവറ്റകള് ചാവും ചേട്ടാ അതിൽ കിടന്നിട്ട്. കുറച്ചുകൂടി വെള്ളാക്കണ, വെള്ളം അടിക്കണ. വഴിയുണ്ട്. ഇത് ചേട്ടന് പതിവാ. എല്ലാ വട്ടം ഇറങ്ങുമ്പോഴും ഇങ്ങനെ ഉണ്ടാവും. ആകെ മോത്തിക്കും വായിലേക്കും ഒക്കെ തെറിക്കും. ഇങ്ങനെ കാലിങ്ങനെ എടുത്ത് വെച്ചാൽ നടക്കുക. കുത്തും മലിഞ്ഞീനും ആരലും ബ്രാലും ഒക്കെ പിടിക്കാൻ മതി. പിന്നെ മുള്ള കൈ ഭയങ്കര മുള്ളല്ലേ?
ഇതിലെ വഴിക്ക് വീഴും, അതിന് കുഴപ്പേ. ആ അതാ വലുതാ ആ കേട്ടാ, വലുത്. കൈ കൊണ്ട് ഞാൻ പിടിക്കില്ലേ, കൈ ആ കൈമ ചിലപ്പോ മുള്ളു കൊള്ളൂല്ലേ. ക്ഷമിക്കൂ ക്ഷമിക്കൂ മോഹൻലാൽ പറയല്ലേ, ക്ഷമിക്കൂ സഹോദര. ഏതില് യോധയിൽ പറയുന്ന പോലെ ക്ഷമിക്കൂ. അവര് ജീവന് വേണ്ടി പെടയാണ്, അപ്പോഴാണ് ക്ഷമിക്കാൻ. വലുതുകൾ എങ്ങനെ പറക്കിടാൻ കേട്ടോ നമ്മള്. ഞാൻ പറയണതേ ആ ബക്കറ്റില് ചെറുതുകൾ പെട്ടില്ലേ ചേട്ടാ. മുകളിലേക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നോക്കി ചേറിൽ കുളിച്ചോണ്ടില്ലേ. മതി, എത്ര മീൻ മതിയാ? നമുക്ക് ഗ്രില്ല് ചെയ്യണം, ശിവയ്ക്കും ഇവർക്കും കൊടുത്തയക്കണം, അല്ല ചേട്ടൻ അവിടേക്ക് കൊടുക്കണം, രാജലക്ഷ്മി ചേച്ചിക്ക് കൊടുക്കണം. ചേട്ടനല്ല പറഞ്ഞ എല്ലാത്തിനും പിടിക്കാൻ പോവാന്ന്. ഇപ്പൊ ഇത്ര മതി എന്നായ ഒരു മുക്കാത്തരല്ല ഇടത്തര ആൻറ്റി എപ്പി. ആ ഒറ്റണം വലുതായിട്ടില്ലേ അല്ലേ. അമ്മേ തവള, ഭീകരൻ തവള. പിന്നെ പാമ്പുകളെ കൊണ്ടുവരണവര്. അപ്പൊ നമ്മളൊരു 6-7 കിലോ മീൻ പിടിച്ചിട്ടാ. 7 കിലോ പോരാ. കൊറേ പേര് പറഞ്ഞു വെച്ചിട്ടുണ്ട് മീൻ വേണം. നീ അധികം ഇല്ല, കഴിഞ്ഞു തുടങ്ങി. അല്ല വിറ്റുകൾ വലുതാവും, ഇവര് വലുതാവും. അതെ, ഞാൻ ഇതിലേക്ക് മോട്ടർ വിടട്ടെ. ആ വരെ ഞാൻ കയറിയിട്ട് മതി. ഷോക്ക് വരെ നമ്മൾ ഉപയോഗിക്കാൻ പോലില്ല മോട്ടർ. മോട്ടർ അടിക്കലല്ലോ ചേട്ടാ, ഇതിലേക്ക് വെള്ളം വിടല്ലേ. വെള്ളം വിടണമെങ്കിൽ വെള്ളത്തിൽ കൂടെ മറ്റേ കറണ്ട് പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു പറയില്ലേ. കറണ്ട് പാസ് എവിടെ നിന്ന് കറണ്ട് വരുന്നു? മോട്ടർ അടിക്കുമ്പോ വെള്ളം വീണേനെ. നോക്ക് ഞാൻ പറയാം, ഈ പൈപ്പ് കണ്ട, ഈ പൈപ്പിൽ കൂടെ വെള്ളം ഇങ്ങോട്ട് ചാടണു. അപ്പൊ എവിടെ നിന്ന് ഷോക്ക് വരാനാ? മോട്ടർ അടിക്കുകയാണെങ്കിൽ ഓക്കെ. ദീ മോട്ടർ വന്നതേ കണ്ട, ഈ പച്ച പൈപ്പ്. എന്നാ ശരി കേറിക്കോ. കേറിയിട്ട് തന്നെ അടിക്കണുള്ളൂ. പക്ഷെ ഷോക്ക് എവിടെ നിന്നാ വരണേന്ന് ചോദിച്ചതാ ഞാൻ. അത് പറയാൻ പറ്റില്ല. കേറി കണ്ട മീൻ നോക്കിയേ. വാങ്ങി പുറത്തു തരാം. മീനുകൾ നോക്കിയേ. താണൽത്തീവാ ചെറുതുകളെ വിടും. എന്നിട്ട് ചെറുതിനെ കൊണ്ടുവന്നിട്ട് അതിൽ കൊണ്ടുവന്നിട്ടോ. ആ ചെറുതുകൾ ചാവുമ്പോഴത്തേക്കും വേഗം കൊണ്ടിട്ട് ചേട്ടാ. ഈ ചെറുത് ചെറുതുകള് കുഞ്ഞിതുകളെ ഇതിലേക്ക് ഇത് ഈ ചെറുത് അങ്ങനത്തെ അല്ല. ഇത് ഈ ഇങ്ങനത്തെ ചെറുതുകള് കണ്ട കണ്ട ഇതാണ് കണ്ട ഇങ്ങനത്തെ ചെറുതുകള്. അതിന്റെ ഇടയിൽ വല്ലതും പെട്ടി എടുക്കണ്ടോ നോക്ക്. അവർക്ക് ഭയങ്കര ചെറുതുകള് വേണ്ട ചേട്ടാ. ആ അവറ്റങ്ങള് ഇട്ടോ 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 ഭയങ്കര ചെറുതുകളെയൊക്കെ എടുത്തോ. ആ എടുത്തോ. മീൻ പിടുത്തം കഴിഞ്ഞു. ഇനി മീനുകൾ ചാവണം. എന്നിട്ട് വേണം അതിനെ നന്നാക്കിയിട്ട് ഇവർക്ക് ഗ്രില്ല് ചെയ്ത് വെച്ച് കൊടുക്കണമെങ്കിൽ. അതിന് മുന്നൊന്ന് പോയി കുളിക്കുകയോ? എനിക്ക് മീൻ അല്ല മീൻ നന്നാക്കണ്ടേ. മീൻ നന്നാക്കിയിട്ട് എങ്കിലും മേലിൽ നിറയെ ചതമ്പലും വൃത്തികേടാവും. അല്ല എന്നാലും ഈ കൈ ഇത് ഇവിടെ നിന്ന് ഒന്ന് കഴുകി കളഞ്ഞൂടെ? ഇത് എത്ര സുഖം. ഇപ്പൊ കഴുകി ആ കഴുകി കളഞ്ഞൂടെ? ഒന്ന് കഴുകി കളഞ്ഞൂടെ? നോക്കിയേ പുള്ളിക്കുത്താണ് മേല് മുഴുവൻ പച്ച കളറിലുള്ള പുള്ളിക്കുത്ത്. അതൊന്ന് കഴുകി കളഞ്ഞിട്ട് മീൻ നന്നാക്കിയിട്ട് കുളിച്ചാൽ മതി. വെറുതെ ഇങ്ങനെ ഒന്ന് പൈപ്പിന്റെ അവിടെ കഴുകി കളഞ്ഞൂടെ? ഈ ചെളിയും വെച്ച് എങ്ങനെ നടക്കാൻ തോന്നണേ? നല്ല പ്രോത്സാഹനം പിന്നെ വരെ ഇരുന്ന്. നമ്മുടെ കടപ്പേമ അടിക്കണ പെയിന്റ് ആണിത്. അപ്പൊ ചിലര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഇത് അടിക്കണേ, ഇത് അടിച്ചാൽ ഇത് വെയിലടിച്ച് പൊളിഞ്ഞു പോവില്ലേന്ന്. അപ്പൊ മറ്റേ സാധാരണ പെയിന്റില്ലേ നമ്മള് മറ്റേ ഇതുമലൊക്കെ അടിക്കണം, അങ്ങനത്തെ പെയിന്റ് അല്ലത്. ഫ്ലോറിന് അടിക്കണ പെയിന്റ് ആണിത്. അങ്ങനെ പൂല നമ്മള് നമ്മുടെ കുടിലൊക്കെ നിലത്തടിച്ചിട്ടില്ലേ അതുപോലത്തെ അല്ലേ, ടൈൽസുമലൊക്കെ അടിക്കണതാണ്. കേക്ക് ഉണ്ടാവോ സൗണ്ട്? മൈക്കിലല്ലോ നിനക്ക്? അല്ല ഇതിലിപ്പഴേ ഗുണാഞ്ചിനി നോക്കിയേ, ഇതിന് ഭംഗി നോക്കിയേ. ഈ രണ്ട് ഇതിപ്പോ എല്ലാം ഒരേ കളറാകുമ്പോഴുള്ള ഭംഗി നോക്കിയേ. ഇതൊക്കെ പല കളറാട്ടാ. ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പല കളറാ. ഒരു കോട്ട് ആയിട്ടുള്ളല്ലേ, ഒരു കോട്ട് കൊണ്ട് അടിക്കുന്നു. നല്ല ഭംഗിയായിട്ടാ എല്ലാം ഒരു ഇത്. ഞാൻ ചില വീട്ടിലുണ്ട് കടപ്പിട്ട സ്ഥലത്ത് ഒരേ കളറില്. അപ്പൊ നമ്മൾ വിചാരിച്ചത് എവിടെ നിന്നാണ് അവർക്ക് ഇങ്ങനെ ഒരേ കളറിൽ കിട്ടിയത്? ഇപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനത്തെ ഒരു പരിപാടി. നോക്കിയാ നല്ല ഭംഗിയുണ്ടല്ലേ. നോക്കിയാ എന്തൊരു ഭംഗിയാ. ഇവര് ഇതിപ്പോ ഇപ്പൊ കാണുമ്പോ അറിയില്ല, ഇപ്പൊ വെയിലാണ്, നല്ല വെയിലാ. ഫുൾ അടിച്ചു കഴിഞ്ഞിട്ട് അല്ല അടിക്കാണ്ട് എടുക്കണത് അടിച്ചതും കൂടി അറിയുമ്പോൾ അതിന്റെ മാറ്റം മനസ്സിലാവാ. മോളിൽ ഹെലിക്കാമ് ഈ മരങ്ങൾ നിൽക്കുമ്പോ എന്തിട്ട് കാണാനാ ഹെലിക്കാമ്?
അവിടെ കിട്ടായിരിക്കും, ആ ഭാഗത്ത് കിട്ടായിരിക്കും. ഇവിടെ ഹെലികാം എടുക്കാൻ പറ്റില്ലറാ. നമ്മ ഹെലികാം എടുത്തത് നമ്മുടെ ഇത് ഡെഡായി. നമ്മുടെ ഡ്രോൺ മരത്തും പിടിച്ച് വീണു. മരത്തും പിടിച്ച് വീണു. ജഗ്ഗു ഒരു ദിവസം പറത്തിയതാ. ജഗ്ഗു പറത്തിയത് ഒരു ദിവസം. അതെ ഷൂട്ട് ചെയ്ത് സൂപ്പറായിരുന്നു. വീടിന്റെ മോള് ഭാഗം പെട്ടെന്ന് വലിയില്ലേ? എന്തിന്? നിന്റെ അടുത്ത് പറ്റി വെച്ചിട്ടുണ്ട് അവര്. ഉച്ചയാകുമ്പോൾ തീ തീർക്കും. അങ്ങനെ അവര് പറഞ്ഞേ അവര് തീർക്കും. ഇതും പിന്നെ ബാക്ക് വാക്കുണ്ട്. വീടിനപ്പുറത്തടിക്കാൻ പറയാ നീ. മകേഷും ജീവിയും ദേ കളർ അടിച്ചടിച്ചടിച്ച് ദേ ഇപ്പോൾ ദേ ഇവിടെ വരെ എത്തിയിട്ടാ. കാർ പോർച്ചിൻ്റെ വശത്ത് ഈ വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വ്യത്യാസമായില്ലേ? കണ്ടാ നമ്മുടെ ഒരേ ഭംഗിരിക്കേണ്ടി വരുന്നുണ്ട. ഒരു കോട്ട് കൂടി അടിക്കും. പുറം കഴപ്പാണ് കുഴപ്പം. നമ്മൾ ഉച്ച തിരിഞ്ഞു കേട്ടോ. ഉച്ച തിരിഞ്ഞപ്പോൾ മീനൊക്കെ നന്നാക്കി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേട്ടൻ ഗ്രില്ല് ചെയ്യാൻ എടുത്തപ്പോഴാണ് അത് കഴിക്കാനായിട്ട് കുറച്ച് അതിഥികളും കൂടി നമ്മുടെ വീട്ടിലെത്തി. എന്താ അല്ലേ ഭാഗ്യം, തൊണ്ട ഭാഗ്യം എന്ന് പറഞ്ഞത്. ക്രിസ്റ്റീനൊക്കെ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ടാവും. റിൻഡ വന്നിട്ടുണ്ട്, പ്രേമേട്ട വന്നിട്ടുണ്ട്. അവിടെ വർക്ക് ഏരിയയിലൊക്കെ കുറെ സാധനങ്ങൾ വലിച്ചു വാരി കിടക്കുന്നുണ്ടാവും. അവിടെ പെയിന്റിങ്, അതിന്റെ അവിടെ പെയിന്റിങ് നടക്കുന്ന കാരണം കൊണ്ടാണ് കേട്ടോ. അത് ശ്രദ്ധിക്കണ്ട. അപ്പുറത്ത് മഹേഷും ജീവിയും പെയിന്റ് അടിക്കുന്നുണ്ട്. ഈ ഞാനാണെങ്കിൽ കനല് ശരിയാക്കണം. ഇതില്ലേ കടപ്പ അടിച്ചോണ്ടിരിക്കണ്ട. കടപ്പ നല്ല ഭംഗിയായി. ഈ കടപ്പയും ഇതും കൂടി കാണുമ്പോൾ മനസ്സിലാവും ഇതിപ്പോ ഒരു കോട്ടാട്ട അടിച്ചിട്ടുള്ളോ, ഇനി വീണ്ടും അടിക്കണം. അപ്പൊ കണ്ട നല്ല ഭംഗിയായില്ലേ. പിന്നെ വേറൊരു കാര്യം പറയാം. മുമ്പ് 2 പ്രാവശ്യം ഞാൻ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ ഇതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ട് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ടാഗ് ചെയ്യാം കേട്ടോ ഈ പ്രോഡക്റ്റിൻ്റെ. പിന്നെ ഇതിപ്പോൾ ഞാൻ 2 വട്ടം കഴുകി എന്നിട്ട് ചുരുങ്ങിയിട്ടൊന്നുമില്ല, കുഴപ്പമില്ല, നല്ല ഡ്രസ്സാണ്. ഒരു 300-400 എത്ര കൂടെ ഉള്ളോ വില. അപ്പോൾ അത് ടാഗ് ചെയ്യാം കേട്ടോ പ്രോഡക്റ്റ്. അപ്പം അത് കഴിഞ്ഞില്ലേ, ഇനി എന്തൊരു ചേട്ടൻ ചെയ്യാൻ പോണേ? കനലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം മീൻ നമ്മൾ ഇങ്ങനെ ബുക്ക് ഫ്രൈ പോലെ ഉണ്ടാക്കി വേണം കേട്ടോ. നോക്കിയേ, നട്ട് പൊളിച്ചിട്ട് ഇത് വേണ്ട കേട്ടോ, ഇങ്ങനെയാണ് ആക്കി വേണം നമ്മൾ. കണ്ട ഇതിങ്ങനെ പൊളിച്ച് നമ്മുടെ അങ്ങനെ വയ്ക്കാം നമുക്ക്. എവിടെയാ എത്ര വയ്ക്കാം ഒരു ട്രിപ്പില്? ബുക്ക് ഫ്രൈ അതിങ്ങനെ നടു പൊളിച്ചിട്ട് ഇങ്ങനെ ബുക്ക് പോലെ തുറന്നു വെക്കും. അയ്യോ, 2 പേരും കൂടി കൊള്ളില്ല. കൊള്ളണ്ട, അടുത്തേലേക്കല്ലോ. അല്ലേ കൊള്ളും, പക്ഷെ ഈ സാധനല്ലേ നമ്മുടെ ഈ സാധനത്തിന്മേ കൊള്ളില്ല. കണ്ട ഇതുമേ ഒറ്റടിക്ക് 6 പേരേ കൊള്ളുള്ളൂ. 3ാമത്തെ ചായ കൊടുത്താ വെളിച്ചെണ്ണയാക്കണല്ലേ? വെളിച്ചെണ്ണയാക്കണത് അതായത് ഇത് തുറന്ന സ്ഥലത്ത് തന്നെ വെറുതെ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ തടവുണ്ട് കേട്ടതുമേ. ഒലിവ് ഓയിലാണ് തടവാറുള്ളത് ഞാൻ. പക്ഷെ ഒലിവ് ഓയില് അത് മറ്റേ മസാല ആയിരിക്കുമ്പോഴല്ലേ ചേട്ടൻ, മറ്റേ എന്തിട്ടാണ് അൽഫാമിന്റെ മസാല ചെയ്യുമ്പോഴാണ്. ഇത് നമ്മുടെ നാടൻ മസാല. അപ്പൊ വെളിച്ചെണ്ണ മതി. ഇതിൽ ചേർത്തോണ്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മറ്റേ ഈ ചെറുനാരങ്ങ നീര്, ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ് ചേർത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ. ഇത് വേണമെങ്കിൽ പറ്റക്കൂടെ കറി ജഗ്ഗോ. അതേ വരുമ്പോഴേ ചെറുനാരങ്ങ വലിച്ചതിൻ്റെ അവിടെ നിന്ന് ഒരു 5-6 ചെറുനാരങ്ങ വാങ്ങിച്ചോണ്ട് അല്ല പൊട്ടിച്ചോണ്ട് അല്ല അവിടെ നിന്ന് പൊട്ടിച്ചിട്ട് വാ. വെളിച്ചെണ്ണ അവിടെ നിന്ന്, ചെറിയ വെളിച്ചെണ്ണ അവിടെ നിന്ന്.
വെറുതെ ഒന്ന് മറച്ചു വെക്കേട്ടാ അങ്ങോട്ട് തിരിച്ച് വിളിച്ചുകൊണ്ട് പോയിട്ട് അതിനെ അവിടെ ചെന്നിട്ട് ഒഴിച്ചാ പോരെ അല്ലേ? ഇത് പിടിച്ച സ്ഥലത്ത് ഇതിന് പുറത്ത് ഒത്തിരി വെളിച്ചെണ്ണ നമുക്ക് തേക്കാം. അത്ര വലിപ്പുള്ള ഈ ചെറുതായിട്ടൊന്ന് വരയായിരുന്നു തോന്നുന്നു. വരഞ്ഞ് വെച്ചാൽ പൊളിയാകെ. ആ വെളിച്ചെണ്ണ ഒറ്റ വീഴുമ്പോഴാണ് ഈ പുക വരണേ. തോന്നുന്നു വെളിച്ചെണ്ണ വരയിട്ട് കാര്യമില്ലാന്ന്. ഇങ്ങനെ അമർന്നു കനലായി വരുന്നുണ്ട്. മെല്ലെ ആവട്ടെ. മീൻ വെന്ത് തുടങ്ങിട്ടാ. ദേ മറ്റേതിൽ നിൽക്കുള്ള മീൻ ഇരിക്കണു. ക്രിസ്റ്റി കൊണ്ടുവന്ന പപ്സാണ് സരിത കഴിക്കണത്. പ്രേമേട്ടം കൊണ്ടെന്താട്ടാ. നമ്മുടെ മീനായിട്ടാ. മീൻ തരട്ടെ ഉണ്ണിക്ക്? ഭയോ മീമി ഫിഷ്. ഫിഷിനുണ്ട. ഫിഷിന് നോക്കിയേ. ഫിഷ് നിങ്ങട് നോക്ക്. ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അല്ല പിഴിഞ്ഞിട്ടില്ല, ചെറുനാരങ്ങ കഷ്ണങ്ങളാക്കി. ആ കൈ പൊള്ളും. നമ്മുടെ മീനെടുത്തിട്ട് അയ്യോ ഒരു പീസ് അതിരുന്നതൊക്കെ ചേട്ടനുള്ളതാ. നിക്ക് നിങ്ങൾ കഴിക്കണ്ടേ? അല്ല ഇനി വെക്കാണ്ട് 2:30 മണി വെക്കാണ്ട് കഴിക്കാ പ്രേമേട്ടാ. 2 മീൻ കൂടി വെക്കാം. ഫിഷ് വേണോന്ന്? ഫിഷ് ഫിഷ് ആദ്യം കഴിച്ചു. ഇത് രണ്ടാമത്തെയാ. അപ്പൊ ഫസ്റ്റത്തെ ഇഷ്ടമായെങ്കിൽ മാത്രമാണ് അവൻ പിന്നെ വായ തുറക്കുള്ളൂ. നമ്മുടെ മീനുകളത് സെറ്റ് ആയിട്ടാ. അതെ ഇഷ്ടായില്ലേ? ആ ഇഷ്ടായി. ആൾക്ക് ഇഷ്ടായിട്ടാ. അതെ ചോദിച്ചോണ്ടിരിക്കണു. ആ തരാം തരാം തരാം. ദേ എന്തിട്ട് പറയണേ അമ്മക്ക്? എവിടെന്നാ തുടങ്ങണ്ടേ നീ ആലോചിച്ച് വരുമ്പോഴേക്കും കഴിയും. എന്തിനു പറ്റിയേ? കണ്ണില് പോയാ? പ്രേമേട്ട കണ്ണിലേക്ക് പിഴിഞ്ഞ? ഇങ്ങോട്ട് വാ, ഇവിടത്തേക്ക് നിക്ക്. ഇപ്പുറത്ത് നിലക്കാണല്ലോ. നാരങ്ങ പിഴി. ഇവര് പണി നിർത്തി പോവാറായിട്ടാ. അല്ല ഇവരെ നേരത്തെ പറയണേ പഴയ പോലത്തെ പഴയ സ്നേഹമില്ലാന്ന് എനിക്ക് ഇവരോട്. ഇവർക്ക് ഒറ്റ സാധനം കഴിക്കാൻ കൊടുക്കണില്ല, ശ്രദ്ധിക്കണില്ല, തിന്നാനൊന്നും കൊടുക്കണില്ല. അതെ ഈ ഇതുമ്പോ പെയിന്റ് അടിക്കണ പോലെയല്ലാന്ന് കടപ്പേം അടിച്ചിട്ട് എന്നിട്ടാണ് പറഞ്ഞേ നടുവൊക്കെ വളഞ്ഞു. അങ്ങനെയൊക്കെ കൊറേ പ്രശ്നങ്ങൾ. അയ്യോ ക്രിസ്റ്റി ആ നിങ്ങൾ ഇവിടെ കഴിക്കണ്ട. നീ നിക്ക് ഇങ്ങോട്ട് വന്നിക്ക് ഫ്രണ്ടിലേക്ക്. ഞാൻ വിചാരിച്ചു ഇവരെന്താ കഴിക്കാണ്ട് മാറിക്കണേന്ന്. ബുക്ക് മൈ ഷോയാ? അതൊരു ആപ്പിന്റെ പേരല്ലേ മറ്റേ ടിക്കറ്റ്? അത് ബുക്ക് ഫ്രൈ. ബുക്ക് രണ്ടിലും ബുക്ക് ഉണ്ടല്ലോ. അവരിങ്ങനത്തെ ഹെൽത്തി ഫുഡ് ഒന്നും കഴിക്കാറില്ല. കേട്ടോ ക്യാമറമാന് 2 എണ്ണം വെച്ചാണ്. അതിന് അത് മതി ആൾക്കാരെന്ന്. പിന്നെ എല്ലാ വീഡിയോയിലും കമന്റ് വരും ക്യാമറാമാനൊന്നും. നമ്മളെപ്പോഴും ക്യാമറാമാന് നമ്മൾ കഴിക്കണേനേക്കാൾ കൂടുതൽ കൊടുക്കും. 2 എണ്ണമാണ് ഇവിടെ ക്യാമറാമാന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കണേ.
തൂട്ടുമല്ലേ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യില്ലടാ. ആ ഫിഷ് ടാങ്കിൽ എടുക്കുന്നുണ്ട് വലിയ വലിയ വെള്ളവാളയുണ്ട്, മറ്റേതുണ്ട്, കറുപ്പുണ്ട്. ആ ഇത് പിടിച്ചിട്ട് വെള്ളവാള ഉണ്ടായില്. ചിലവർക്ക് ഇഷ്ടമായിരിക്കും. ഏത് ഇഷ്ടമില്ലാത്ത മീൻ? സ്രാവ് ഇഷ്ടമല്ല. പിന്നെ തിരണ്ടി എന്നൊക്കെ പറയണത് ഇഷ്ടമല്ല. അതിന്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ട്. ഇതിന്ന് കഴിച്ചു നോക്കിയേ. നല്ല രസം. ഇത് കഴിക്കേ.